നമസ്കാരം. പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നം സങ്കീർണമാകുന്നു. സർക്കാർ ഇടപെടലാണ് ഇതിന് കാരണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയാണ് കാര്യങ്ങൾ വഷളാക്കിയത്. ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ ഫേസ്ബുക്കിലൂടെ മന്ത്രി പ്രതികരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നു. യൂണിഫോം വസ്ത്രധാരണം സംബന്ധിച്ച് സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കാമെന്നും തുടർന്നും കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനാണ് ആഗ്രഹമെന്നും വിദ്യാർത്ഥിനിയുടെ പിതാവ് വ്യക്തമാക്കിയതായി ഹൈബിയുടെ എംപി അറിയിച്ചെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കരണം മറിച്ചിൽ കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലാക്കുകയായിരുന്നു. ഇതിനു പിന്നിൽ വർഗീയത കത്തിക്കലാണെന്ന ആരോപണം സ്കൂൾ മാനേജ്മെന്റ് ഉയർത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ പരസ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതൃപ്തിയിലാണ്. ഭിന്നശേഷി വിവാദം ആളെ കത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളാണ്. അതിന് മുഖ്യമന്ത്രി പരിഹാരമുണ്ടാക്കി. പിന്നാലെ വീണ്ടും വിവാദം മന്ത്രി ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിങ്കളാഴ്ച പറഞ്ഞതിൽ നിന്നും വിരുദ്ധമാണ് പുതിയ പ്രസ്താവന. സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണ്. ഒരു കുട്ടി മാത്രം പ്രത്യേക വസ്ത്രം ധരിച്ചു വരുന്നത് ശരിയല്ല. ഇതായിരുന്നു തിങ്കളാഴ്ചത്തെ പ്രസ്താവന. ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് മറിച്ചൊരു അഭിപ്രായവും. വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ച് തുടർ പഠനം നടത്താൻ അനുമതി നൽകണം. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി. ഇതായിരുന്നു കുറിപ്പ്. ഇത്തരം നിലപാട് മാറ്റം മുഖ്യമന്ത്രിയും അലോസരപ്പെടുത്തുന്നുണ്ട്. വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തെന്നും മന്ത്രി വിശദീകരിച്ചു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കുമുണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനും മന്ത്രി സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മാനേജ്മെന്റ് യൂണിഫോം നിർബന്ധമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മന്ത്രിയുടെ പ്രസ്താവന ഹൈക്കോടതി വിധിക്കെതിരാണെന്നും വാദമുയരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോമിന്റെ കാര്യത്തിൽ മാനേജ്മെന്റിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് 2018 ഹൈക്കോടതി വിധിച്ചിരുന്നു. പിതാവുമായി സംസാരിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥിനിയും പിതാവും നിലപാട് മയപ്പെടുത്തിയതെന്ന് ഹൈബിയുടെ അറിയിച്ചിരുന്നു. അതേസമയം വിഷയത്തിന്റെ പേരിൽ വർഗീയമായ മുതലെടുപ്പിന് ആരെയും അനുവദിക്കില്ലെന്നും എംപി പറഞ്ഞു. പരീക്ഷകൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് മന്ത്രിയുടെ പ്രസ്താവന. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഹിജാബിന്റെ പേരിൽ SDPI മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി രംഗത്ത് വന്നത്. ഇവർ ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു സ്കൂളിന് 2 ദിവസം അവധി നൽകിയത്. സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിൽ കയറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച് സ്കൂളിന്റെ ബൈലോ പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു നടപടി. എന്നാൽ കുട്ടി നിർബന്ധമായും ഹിജാബ് ധരിക്കുമെന്നായിരുന്നു മാതാപിതാക്കൾ സ്കൂൾ അധികൃതരോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് മാനേജ്മെന്റ് തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ഒരു കുട്ടി മാത്രം നിർദ്ദേശം പാലിക്കാത്തത് മറ്റുള്ളവർക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നുവെന്നും സ്കൂൾ അധികൃതർ വിശദീകരണം നൽകിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലായിരുന്നു കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ചെത്തിയത്. തുടർന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയെ വിലക്കിയതും. അതേസമയം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കുന്നതിൽ വിദ്യാർത്ഥിനിക്ക് വിലക്കെന്ന വിവാദത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹൈബിയുടെ എംപി ആരോപിച്ചിരുന്നു. ഹൈബിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമവായത്തിന് അവസരമൊരുങ്ങിയത്. വിവാദത്തിൽ പരിസരത്ത് ക്രമസമാധാനം നിലനിർത്തണമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. പോലീസ് സുരക്ഷയ്ക്കുള്ള അനുമതി ആവശ്യപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്.